ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കൊച്ചു സംഭവമാണ് കേട്ടോ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം, നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അത്ര വലിയ പഠിപ്പിസ്റ്റൊന്നും അല്ലായിരുന്നെന്ന്. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിൻ്റെ കൃപ അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെയൊക്കെ എത്തിയത്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഡിഗ്രി 2ാം വർഷത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സംസ്കൃതം ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഇയറിൽ നല്ലപോലെ പഠിപ്പിക്കുന്ന ഒരു സാറിനെയും ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ എന്തുകൊണ്ടോ സാറ് പഠിപ്പിക്കുന്നത് എനിക്ക് മാത്രം അങ്ങ് മനസ്സിലാകുന്നില്ല. അത് സാറിൻ്റെ കുഴപ്പം കൊണ്ടല്ല, സംസ്കൃതത്തോടുള്ള എൻ്റെ ഇഷ്ടക്കുറവായിരുന്നു അതിന് കാരണം. എനിക്കത് മനസ്സിലാക്കി എടുക്കാനും പഠിക്കാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. മറ്റു വിഷയങ്ങളെക്കാൾ കൂടുതൽ സമയം ഞാൻ ഈ ഒരു സബ്ജക്റ്റിനായിട്ട് മാറ്റിവെച്ച് പഠിക്കുമായിരുന്നു. ഒത്തിരിയൊന്നും പഠിക്കാനായിട്ടില്ല, ചെറിയൊരു പുസ്തകമാണ്. പക്ഷേ എനിക്കത് പഠിച്ചെടുക്കാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റണില്ലായിരുന്നു. സീനിയേഴ്സായിട്ടുള്ള ചേച്ചിമാരുടെയൊക്കെ അടുത്ത് പോയി ഞാൻ എന്നും സംശയങ്ങൾ ചോദിക്കും. അവരെനിക്ക് പറഞ്ഞു തരും. സാറിനോട് സംശയം ചോദിക്കാനൊക്കെ പേടിയായിരുന്നു അന്നൊക്കെ. അതുകൊണ്ട് സീനിയേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കും, അവർ പറഞ്ഞു തരും. അങ്ങനെ ഒരുവിധമൊക്കെ ഞാൻ സംസ്കൃതം പഠിച്ചെടുത്തു. അങ്ങനെ ഇയർലി ഞങ്ങൾക്ക് 2 യൂണിവേഴ്സിറ്റി എക്സാമാണുള്ളത്. ഓരോ വർഷവും 2 എക്സാം വെച്ചുണ്ട് യൂണിവേഴ്സിറ്റിയുടെ. അപ്പോൾ ഓരോ പരീക്ഷയ്ക്ക് മുമ്പും ഒരു മോഡൽ എക്സാം നടത്താറുണ്ട്. അങ്ങനെ ആദ്യത്തെ സെക്കൻഡ് ഇയറിലെ ആദ്യത്തെ മോഡൽ എക്സാമിന് ഞാൻ 8 നിലയിൽ പൊട്ടി എന്ന് വേണേൽ പറയാം. സത്യം പറഞ്ഞാൽ തോറ്റുപോയി സംസ്കൃതത്തിന്. അങ്ങനെ എനിക്കാകെ വിഷമമായി. കാരണം ഇത്രയും സമയം കൊടുത്ത് പഠിച്ചിട്ടും ജയിക്കാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമായിപ്പോയി. എൻ്റെ അത്ര പോലും പഠിക്കാതെ ക്ലാസ്സിലെ ഏറ്റവും പുറകിൽ കിടന്നിരുന്ന ബാക്കി വിഷയങ്ങൾക്കൊക്കെ തോറ്റുപോയ കുട്ടികൾ വരെ സംസ്കൃതത്തിന് ജയിച്ചു. ഞാൻ മാത്രം തോറ്റുപോയി. സാറിൻ്റെ വക കളിയാക്കലും വഴക്കു പറച്ചിലുമൊക്കെ ആയപ്പോൾ ആകെ നിരാശയായി, വിഷമമായി. എങ്കിലും എന്തോ തോറ്റു കൊടുക്കാൻ ഞാനങ്ങ് തയ്യാറായില്ല. ഇത് വെറുമൊരു ക്ലാസ് പരീക്ഷയല്ലേ, യൂണിവേഴ്സിറ്റി എക്സാമിന് എന്തായാലും ജയിക്കണം. അങ്ങനെ വാശിയായി രാത്രി പകലാക്കി സംസ്കൃതം പഠിക്കാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യം, ഈ സംസ്കൃതത്തിന് മാത്രമാട്ടോ എനിക്ക് മാർക്ക് കുറവുള്ളത്. എൻ്റെ മെയിൻ സബ്ജക്റ്റുകൾക്കെല്ലാം തന്നെ എനിക്ക് നല്ല മാർക്കുണ്ട്. പിന്നെ ഒരിത്തിരി കുറവെന്ന് പറയാനുള്ളത് ഇംഗ്ലീഷിനാണ്. സംസ്കൃതം പോലെ തന്നെ ഇംഗ്ലീഷും എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ. എങ്കിലും തോൽക്കാതെ അതിനുപോലും ഞാൻ ജയിച്ചു. കഷ്ടപ്പെട്ട് വീണ്ടും കുത്തിയിരുന്ന് സംസ്കൃതം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ തോറ്റുപോയെന്ന് വെച്ച് ഞാൻ പിന്നോട്ട് പോയില്ല. വിഷമമൊക്കെ തോന്നിയാലും വിഷമമൊക്കെ മാറ്റിവെച്ച് വാശിയോടുകൂടി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് അവസാനം ആ പുസ്തകം മുഴുവൻ ഞാൻ കാണാതെ പഠിച്ചെന്ന് വേണേൽ പറയാം. അങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാമായി ഓവർ കോൺഫിഡൻസോടുകൂടി സംസ്കൃതത്തിൻ്റെ എക്സാം എഴുതാനായിട്ട് ഞാൻ പോയി. ചോദ്യപേപ്പർ കയ്യിൽ കിട്ടി. പതിവ് പോലെ എല്ലാ ക്വസ്റ്റ്യനൊക്കെ വായിച്ചു, കുരിശു വരച്ചു, പ്രാർത്ഥിച്ചു. അതിനുശേഷം 1 തൊട്ട് ക്വസ്റ്റ്യൻ വായിക്കാൻ തുടങ്ങി. സത്യം പറയാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ ചോദ്യം വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചോദ്യം വായിച്ച് തീർക്കുന്നു, പിന്നെയും വായിക്കുന്നു. ഇത് തന്നെ അവസ്ഥ. ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ചോദ്യത്തിൻ്റെ ഒന്നും അർത്ഥം എനിക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റണില്ല. പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്നൊരവസ്ഥ. ചങ്കിടിപ്പിൻ്റെ വേഗത വർദ്ധിച്ചു. ചുറ്റും നോക്കി. എല്ലാവരും ഇരുന്ന് നല്ല എഴുത്താണ്. എനിക്ക് ഒരു 1 വേർഡിൻ്റെ പോലും ഉത്തരം അറിയത്തില്ല. അതാണ് സത്യം പറഞ്ഞാൽ അന്നത്തെ എൻ്റെ ഒരു അവസ്ഥ. ഞാൻ എക്സാം ഹാളിലിരുന്ന് കരയാനായിട്ട് തുടങ്ങി. ടീച്ചേഴ്സ് അടുത്ത് വന്ന് ചോദിച്ച് എന്തു പറ്റിയെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നിൻ്റെ ഉത്തരം അറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ട് ടീച്ചേഴ്സും പറഞ്ഞു. എല്ലാം പഠിച്ചിട്ട് പോയിട്ടും ഒന്നും എഴുതാൻ പറ്റാതെ വേദനിക്കുന്നൊരു കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ആ അവസ്ഥയിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ. ടെൻഷൻ കൊണ്ടാണെങ്കിൽ ഒരു ചാപ്റ്ററിൻ്റെ പോലും നിങ്ങൾ ഓർക്കണം, ആ പുസ്തകം മൊത്തം ഞാൻ ബൈ ഹാർട്ട് പഠിച്ച ഒരാളാണ്. പക്ഷേ ഈ ടെൻഷൻ കയറിയിട്ട് ആ ഒരു ചെറിയ പുസ്തകം, അതിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മിച്ചെടുക്കാനായിട്ട് പറ്റണില്ല. ഒന്നും എൻ്റെ ഓർമ്മയിലില്ല. ഒരു നിമിഷത്തേക്ക് എൻ്റെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോയതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കണമല്ലോ എന്ന് ഓർത്തിട്ട് പോലും ഒന്നും എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റണില്ല. അവസാനം ഞാൻ ആ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചു മറിച്ചുമൊക്കെ എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു ഹാളിൽ നിന്ന്. അപ്പം നിങ്ങൾ ഓർക്കണം, എല്ലാവരും ഞാൻ നോക്കുമ്പോൾ 2, 3, 4 പേപ്പറൊക്കെ വാങ്ങിയിരുന്ന് എഴുതുവാണ്.
ഞാൻ തന്നെ എനിക്ക് കിട്ടിയ ആ ഒരു ഒറ്റ പേപ്പറിൽ മാത്രം എഴുതിയിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. ഒന്നും എഴുതിയിട്ടില്ല, ഒന്നിൻ്റെ ഉത്തരം അറിയില്ലല്ലോ. അന്ന് ആ എക്സാം ഹാളിൽ നിന്ന് ഫസ്റ്റ് ഇറങ്ങിപ്പോരുന്ന ആൾ ഞാൻ തന്നെയായിരുന്നു. സാധാരണ ഏറ്റവും അവസാനമൊക്കെ ഇറങ്ങുന്ന ആൾ അന്ന് ഞാൻ ആദ്യം ഇറങ്ങിപ്പോന്നു. കാരണം ഒന്നും അറിയത്തില്ല. അങ്ങനെ ആ ദിവസം ഇന്നും ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. കാരണം ഞാൻ അത്രയേറെ വേദനിച്ച ഒരു ദിവസമായിരുന്നു എൻ്റെ സംസ്കൃതത്തിൻ്റെ ആദ്യത്തെ ആ എക്സാം ദിവസം എന്ന് പറയണത്. പഠിക്കാതെ പോയിട്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അത് നമ്മുടെ തെറ്റാണെന്ന് ഓർക്കാം. ഇത് മൊത്തം പഠിച്ചിട്ട് പോയിട്ടും ചോദ്യം വായിച്ച് അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ പറ്റാതെ പോയ എൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ. പിന്നീട് ക്ലാസ്സിൽ വെച്ച് ആ ചോദ്യങ്ങളെല്ലാം സാറ് വായിച്ച് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമായത്. കാരണം എനിക്ക് എല്ലാത്തിൻ്റെയും ഉത്തരം അറിയായിരുന്നു. ചോദ്യം മനസ്സിലാക്കിയെടുക്കാൻ പറ്റാതെ പോയതുകൊണ്ടാണ് എനിക്കൊന്നും എഴുതാൻ പറ്റാതെ പോയത്. എന്തായാലും യൂണിവേഴ്സിറ്റി എക്സാമിനും ഈ വിഷയത്തിൽ ഞാൻ തോക്കുമെന്നുറപ്പായി. പിന്നെ ഏക ആശ്രയം എന്ന് പറയുന്ന പ്രാർത്ഥനയല്ലേ, അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അറിയാവുന്ന വിശുദ്ധരോടും അറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും റിസൾട്ട് വരുമ്പോൾ കഷ്ടിച്ചെങ്കിലും എന്നെ ഒന്ന് ജയിപ്പിച്ചേക്കണേ, ഒരത്ഭുതം പ്രവർത്തിക്കണേ ഈശോയെ എന്ന് പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ, പണ്ട് മുതലേ, അത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പം മുതലേ എൻ്റെ കണ്ണീരിൽ മനസ്സലിയുന്ന ഒരു ഈശോയെയാണ് ഞാൻ കണ്ടു വളർന്നിട്ടുള്ളത്. കരഞ്ഞുകൊണ്ട് ഈശോയുടെ മുമ്പിൽ ഞാൻ എന്ത് ചോദിച്ചാലും എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഈശോ എനിക്കത് തരാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, നമ്മളുടെയൊക്കെ ഒന്ന് കണ്ണ് നിറഞ്ഞാൽ പാവം നമ്മുടെ ഈശോയ്ക്ക് അത് ഭയങ്കര സങ്കടം. ഈശോയ്ക്ക് പെട്ടെന്ന് മനസ്സലിയുന്ന ഒരാളാണ്. അതെനിക്കെപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എൻ്റെ ഒരാളുടെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചിലരൊക്കെ വന്നവരുടെ സങ്കടങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുമ്പം എന്നെ സ്പർശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചിലരുടെയൊക്കെ വേദനകൾ അതെൻ്റെ വേദനയായിട്ട് കണ്ട് ചില സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ ഞാൻ കരഞ്ഞു പോകാറുണ്ട്. അപ്പം എനിക്കറിയാം, ഞാൻ കരഞ്ഞാൽ കണ്ണീരോടെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉടനടി ഉത്തരം നൽകിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവം അവരുടെ ലൈഫിലൊക്കെ ഇടപെടുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, മനസ്സലിയുന്ന ഒരു ഈശോയാണ് നമുക്കുള്ളത്, നമ്മുടെ കൂടെയുള്ളത്. ആ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു, ഈശോ എന്നെ ജയിപ്പിക്കും, കഷ്ടിച്ചെങ്കിൽ എന്നെ ഒന്ന് ജയിപ്പിക്കും. ആ ഒരു വിശ്വാസം ഉള്ളിൽ എവിടെയോ എനിക്ക് ശക്തമായിട്ടുണ്ടായിരുന്നു. കണ്ണും പൂട്ടി ഈശോയെ ഞാനങ്ങ് വിശ്വസിച്ചു മക്കളെ. റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കിന്നും അറിയില്ല, ഞാൻ കഷ്ടിച്ചു പാസ്സായി കേട്ടോ. എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും സംസ്കൃതത്തിന് ജയിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഏറ്റവും കുറവ് മാർക്ക് എനിക്കായിരുന്നു. ബാക്കി വിഷയങ്ങൾക്കൊക്കെ നല്ല മാർക്കും എനിക്ക് ലഭിച്ചു. അതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയത് എനിക്കായിരുന്നു സംസ്കൃതത്തിന്. അപ്പം അതുകൊണ്ട് തന്നെ ഒട്ടും മാർക്കില്ലാത്ത പഠിക്കാത്ത ഒരു കുട്ടിയാണല്ലോ എന്നുള്ള ഒരു വിഷമം ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നു പോയി. എന്നാലും ഈ സംസ്കൃതം എന്നത് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടേറിയൊരു കാര്യമായിട്ട് എൻ്റെ ഇങ്ങനെ മനസ്സിൽ കിടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കോളേജിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു മിസ്സായിരുന്നു സീമ മിസ്സ്. ഈ മിസ്സ് എനിക്കൊരമ്മയെപ്പോലെയായിരുന്നു കേട്ടോ. നല്ല ഒരു ആത്മീയതയുള്ള ഒരു ടീച്ചറായിരുന്നു ഈ മിസ്സ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസം ഈ മിസ്സിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, മിസ്സേ ഇങ്ങനെ എനിക്ക് സംസ്കൃതം പഠിക്കാനുള്ള എൻ്റെ ബുദ്ധിമുട്ടും, എത്ര പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ എനിക്കതൊന്നും മനസ്സിലാക്കാനോ ചോദ്യം വായിച്ച് മനസ്സിലാക്കി എഴുതാനോ ഒന്നും പറ്റാത്തതിൻ്റെ ഒരു ദയനീയ അവസ്ഥയൊക്കെ ഞാൻ മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനൊരു ദിവസം ഇരുന്ന് ഇങ്ങനെ കരഞ്ഞു. അപ്പം ഈ മിസ്സ് എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു. എന്നോട് പറഞ്ഞത് ഇങ്ങനായിരുന്നു, മോളെ നീ എന്തിനാണ് വിഷമിക്കുന്നത്? നീ ഈശോയിൽ വിശ്വസിക്കുന്ന ആളല്ലേ, ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരാളല്ലേ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യുക, 33 വിശ്വാസ പ്രമാണം വെച്ച് ദിവസവും നിനക്ക് പറ്റുമെങ്കിൽ 33 വിശ്വാസ പ്രമാണം വെച്ച് ദിവസവും നീ ചൊല്ല. അതുപോലെ മിസ് എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു തന്നു. അതൊരു ബൈബിൾ
വചനമായിരുന്നു ഫിലിപ്പി 4:13 വചനം. എപ്പോഴും ഉരുവിട്ടുകൊണ്ട് നടക്കാനായിട്ട് എന്നോട് പറഞ്ഞു. വചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. നമ്മുടെ മക്കളൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു വചനമാണ് കേട്ടോ ഇത്. അപ്പം എന്നോട് പറഞ്ഞു ഈ വചനം എപ്പോഴും ഉരുവിട്ടുകൊണ്ട് നടക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് തന്നെ എൻ്റെ സംസ്കൃതത്തിൻ്റെ പുസ്തകത്തിലും നോട്ട് എഴുതുന്ന ബുക്കിലുമൊക്കെ ഞാൻ ഈ വചനം അങ്ങ് എഴുതി വെച്ചു. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ആ ഒപ്പം ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ട് നടക്കുന്ന ഒപ്പം തന്നെ ഞാൻ എൻ്റേതായ രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് ഈ വിഷയം നന്നായി പഠിക്കാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് ഈ സംസ്കൃതം നന്നായി പഠിക്കാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് ഈ എക്സാം നല്ല രീതിയിൽ എഴുതി നല്ല വിജയം കരസ്ഥമാക്കാൻ എനിക്ക് സാധിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ മനസ്സിനെ അങ്ങ് ശക്തിപ്പെടുത്താൻ തുടങ്ങി. ഈ വചനം എപ്പോഴും കൂടെ ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിശ്വാസ പ്രമാണം ചൊല്ലും. പിന്നെ നമ്മുടെ കുപ്പർത്തീനോസ് പുണ്യാളൻ്റെ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. പുണ്യാളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുപ്പം മുതലേ ഈ പുണ്യാളിൻ്റെ കഥയൊക്കെ കേട്ട് വളർന്നത് കൊണ്ട് പ്രത്യേകമായിട്ട് ഈ പുണ്യാളിനോടൊരു ഭക്തിയും സ്നേഹവും ഒക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പരാജയം ജീവിതത്തിൽ നേരിട്ടപ്പോഴാണ് കൂടുതലായിട്ട് ഈ പുണ്യാളനോട് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എപ്പോഴും പുണ്യാളിനെ വിളിച്ച് കൂട്ടിനായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 4th സെമസ്റ്ററിൻ്റെ എക്സാം ആയി. സംസ്കൃതത്തിൻ്റെ പരീക്ഷയുടെ ദിനം വന്നു ചേർന്നു. പതിവ് പോലെ ടെൻഷനൊന്നും എനിക്കുണ്ടായില്ല കേട്ടോ. കാരണം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന വചനത്തിൻ്റെ ശക്തി എന്നിൽ നിറയാൻ തുടങ്ങി. ഫിലിപ്പി 4:13 വചനത്തിൽ ഞാനങ്ങ് ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ ചോദ്യപേപ്പർ കയ്യിൽ കിട്ടി. പതിവ് പ്രവൃത്തികളെല്ലാം ചെയ്തു. അങ്ങനെ ചോദ്യം വായിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഇനി നിങ്ങൾ കേട്ടോണം കേട്ടോ. ഇന്നും എനിക്കറിയില്ല, എന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ നടക്കുന്നത് എനിക്ക് പരീക്ഷ ഹാളിൽ വെച്ച് ഫീൽ ചെയ്യാൻ തുടങ്ങി. ചോദ്യം വായിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഉള്ളിൽ. ഇടയ്ക്ക് ഞാൻ ഓരോ ചോദ്യവും വായിക്കുക, അപ്പം തന്നെ എനിക്ക് ഉത്തരം അറിയാം, അതിൻ്റെ ഉത്തരം. അങ്ങനെ ഞാൻ ഓരോ ചോദ്യം വായിക്കുന്നു, പെട്ടെന്ന് ആൻസർ എഴുതാൻ തുടങ്ങിയ ജീവിതത്തിൽ ആദ്യമായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരങ്ങൾ എഴുതി ഞാൻ പരീക്ഷാ ഹാളിൽ നിന്ന് സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങിയതിന് ശേഷം നമ്മളൊക്കെ എല്ലാവരും ചെയ്യാറുള്ളത് പോലെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ, എളുപ്പമായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറയുകയാണ് അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു, തോറ്റുപോകും, ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല എളുപ്പമായിരുന്നു പരീക്ഷ, ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്തിട്ടുണ്ട്, എനിക്ക് 100ൽ 100 മാർക്കും കിട്ടുമെന്ന് എനിക്ക് അത്രമേൽ ഉറപ്പായിരുന്നു. കാരണം എല്ലാത്തിനും കറക്റ്റായിട്ട് നല്ല രീതിയിൽ ആൻസർ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇനി എസ്സേ ഒക്കെ എഴുതുമ്പം നമുക്കത് ഫുൾ മാർക്ക് തരണം എന്നൊന്നും ഇല്ലല്ലേ. എസ്സേയിൽ എവിടെയെങ്കിലും കുറച്ച് 1-2 മാർക്കൊക്കെ കുറഞ്ഞെങ്കിലേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഉറപ്പായിരുന്നു എല്ലാം എൻ്റെ ശരിയാകുമെന്ന്. എന്തായാലും അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചുപോയി. എല്ലാ പരീക്ഷകളും കഴിഞ്ഞു. അങ്ങനെ കാത്തിരുന്ന് അതിൻ്റെ റിസൾട്ട് വരികയാണ് കേട്ടോ. ആ ദിവസം ഇന്ന് ഞാൻ ഓർക്കണുണ്ട്. ആ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് കേൾക്കണോ എനിക്ക് സംസ്കൃതത്തിന് എത്രയും മാർക്ക് കിട്ടിയെന്ന്? 100ൽ 97 മാർക്ക് സംസ്കൃതത്തിന് തന്ന് ഈശോ എന്നെ ജയിപ്പിച്ചെന്നല്ല, ഈശോ എനിക്ക് എൻ്റെ ക്ലാസ്സിലേക്കും വെച്ച് ഏറ്റവും ഉയർന്ന മാർക്ക് എനിക്കായിരുന്നു. എന്നേക്കാൾ കൂടുതൽ മാർക്ക് മറ്റൊരാൾക്കുമില്ലായിരുന്നു. നിങ്ങൾ ഓർക്കണം, ഏറ്റവും പുറകിൽ തോറ്റ് കിടന്നിരുന്ന എനിക്ക് ഏറ്റവും ഉയർന്ന മാർക്കോടെ ഈശോ എന്നെ ഒന്നാമതാക്കി എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. നോക്കിക്കേ കൂട്ടുകാരെ, ദൈവത്തിൻ്റെ ഒരു കളി കണ്ടോ? മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുൻപന്മാരുമാകുമെന്ന വചനമാണ് ഞാനിപ്പോൾ ഓർത്തുപോയത്. ഏറ്റവും പുറകിൽ കിടന്നിരുന്ന എന്നെ ഒത്തിരി കളിയാക്കലുകളൊക്കെ ഞാൻ ഏറ്റിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ. പക്ഷെ ഏറ്റവും പുറകിൽ കിടന്നിരുന്ന എന്നെ അവസാനം വരെ പരീക്ഷിച്ച് നിങ്ങൾ കണ്ട ഏറ്റവും അവസാനം ഈശോ എന്നെ ഏറ്റവും ടോപ്പ് മാർക്കോടുകൂടി, അതായത് എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു സംസ്കൃതത്തിന്. ഞാനിപ്പോൾ എന്തിനാണെന്നോ നിങ്ങളോട് എൻ്റെ ഒരു കൊച്ചു സംഭവം ഷെയർ ചെയ്തത്? എന്നെപ്പോലെ പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം മക്കളുണ്ടെന്ന് എനിക്കറിയാം.
നിങ്ങളെയൊക്കെ എടുത്തുയർത്താൻ, ഒന്നാമതാക്കാൻ നമ്മുടെ ദൈവത്തിന് ഒരു നിമിഷം മതി മക്കളെ. നിങ്ങളത് വിശ്വസിക്കുക. ഈ ഒരു സംഭവത്തിന് ശേഷം പഠന മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ കൂട്ടുകാരോടും ഞാൻ എൻ്റെ അനുഭവം പറയാറുണ്ട്. അതുപോലെ കുപ്രതിനോസ് പുണ്യവാളിനോട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും ഫിലിപ്പി 4:13 വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ധൈര്യത്തെക്കുറിച്ചും ഒക്കെ ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആര് പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോഴൊക്കെ ഞാൻ ഈ പിള്ളേരോടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ കസിൻസ് കുട്ടികളൊക്കെ പറയും, ആൻറ്റി ഭയങ്കര പാടാണ്, ഇന്ന സബ്ജക്റ്റ് പാടാണെന്നൊക്കെ പറയുമ്പം ഞാൻ എൻ്റെ കസിൻസിനൊക്കെ എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പഠിക്കുന്ന എൻ്റെ മക്കളൊക്കെ ഇപ്പം തന്നെ ഈ വചനം അങ്ങ് കാണാതെ പഠിച്ചോളൂ കേട്ടോ. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഈ വചനം നിങ്ങളിൽ ശക്തിയായി ജീവനായി മാറട്ടെ. നല്ല രീതിയിൽ പഠിക്കാനും പരീക്ഷ എഴുതാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെയെല്ലാം വിശുദ്ധ കുപ്പർദിനോസ് പുണ്യാളൻ വഴി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സുഹൃത പരിമളത്താൽ ഞങ്ങളെ ധന്യമാക്കുന്ന വിശുദ്ധ ജോസഫ് കുപ്പർദിനോയെ, വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായ അങ്ങേ ഞങ്ങൾ വിനയപൂർവ്വം വണങ്ങുന്നു. ഈശോയുടെ വചനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവസ്നേഹത്താൽ ജ്വലിച്ച അങ്ങയെപ്പോൾ ഭക്തിയിൽ വളരുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം ഏറ്റവും ആവശ്യമായ, ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ദൈവത്തിനു മുൻപിൽ മാധ്യസ്ഥ്യം വഹിക്കണമേ. ആ മക്കളുടെ ബുദ്ധിയും ഓർമ്മശക്തിയും പഠനത്തോടുള്ള താല്പര്യവും വർദ്ധിപ്പിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും അവർ അർഹിക്കുന്നതുമായ വിജയത്തിലെത്താൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. ആമേൻ.